മഹാവിഷ്ണുവിൻ്റെ ഓരോ അവതാരങ്ങൾക്കും ഓരോ ലക്ഷ്യമുണ്ടായിരുന്നു. അതിന് കളമൊരുക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം അവതാരം ചെയ്യുക. ദശാവതാരങ്ങളിൽ ഏറ്റവും നാടകീയമായ രംഗപ്രവേശമായിരുന്നു നരസിംഹത്തിൻ്റേത്. ആ അവതാര കഥയാണ് ഇന്നത്തെ കഥയമമയിൽ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നേ ദിവസം നരസിംഹ ജയന്തിയാണ്. സന്ധ്യാസമയത്താണ് നമ്മൾ സന്ധ്യാദീപവും കഥയമമ്മയൊക്കെ ആയിട്ട് ഒരുമിച്ചിരിക്കുന്നത്. ഈ സമയത്താണ് ഭഗവാന്റെ അവതാരം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് സാക്ഷാൽ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർദശി ആണ്. ഇന്നേ ദിവസമാണ് ഭഗവാൻ ആ തൂണ് പിളർന്നുകൊണ്ട് ആ പ്രഹ്ലാദനെ രക്ഷിക്കാനായി അത്യധികം ഘോരമായിട്ടുള്ള രൂപത്തെ സ്വീകരിച്ചുകൊണ്ട് ഹിരണ്യകശിപു എന്ന് വിളിക്കപ്പെടുന്ന അസുരനെ നിഗ്രഹിച്ച് ദേവന്മാരെ രക്ഷിക്കുന്നത്, ധർമ്മത്തെ വീണ്ടും ഭഗവാൻ സംസ്ഥാപനം ചെയ്യുന്നത്. ആ നരസിംഹ ജയന്തി ദിവസമായിട്ടുള്ള ഇന്നേ ദിവസം ഭഗവാനെക്കുറിച്ച് അനുസ്മരിക്കാൻ നമുക്കൊരവസരം ഗുരുവായൂരപ്പൻ അനുഗ്രഹം കൊണ്ട് കിട്ടിയിരിക്കുന്നു. ആരാണ് നരസിംഹസ്വാമി? ആത്യന്തികമായിട്ട് നമ്മൾ പലപ്പോഴും ചിത്രങ്ങളിലൊക്കെ കാണുന്നത് ഒരു രാക്ഷസനെ മടിയിൽ കിടത്തി തൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് അയാളുടെ മാറ് കീറി ചോര കുടിക്കുന്ന, അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന ശരീരാവശിഷ്ടങ്ങളൊക്കെ എടുത്ത് മാലയായിട്ട് അണിയുന്ന ക്രോധഭാവത്തിലുള്ളൊരു ഭഗവാൻ. അങ്ങനെ ഒരു ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന ഒരു ഭയം, ഇതൊക്കെയാണ് പൊതുവിൽ നരസിംഹമൂർത്തിയായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്രയധികം കാരുണ്യമുള്ള, ഇത്രയധികം ഭക്തനോട് വാത്സല്യമുള്ള, തൻ്റെ ഭക്തൻ്റെ വാക്കിനെ സത്യമാക്കി തീർക്കാനായി താൻ ഏതറ്റം വരെയും പോകുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആ ഭഗവാന്റെ കരുണാഭാവത്തെ കൂടി നരസിംഹസ്വാമിയിൽ കാണാൻ നമുക്ക് സാധിക്കണം. എന്തിനാണ് ആത്യന്തികമായിട്ട് നരസിംഹാവതാരം ഉണ്ടായിട്ടുള്ളത്? തീർച്ചയായിട്ടും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ്. ഹിരണ്യകശിപു എന്ന് പറയുന്ന രാക്ഷസ രാജാവ് ഈ ലോകം മുഴുവൻ അടക്കി ഭരിക്കുന്ന സമയത്ത് നാരായണനാമം കേൾക്കാൻ പോലും സാധിക്കില്ലായിരുന്നു എന്നാണ്. ആരെങ്കിലുമൊക്കെ നാരായണനാമം ജപിക്കുകയാണെങ്കിൽ അവരെ കൂടി ഹിരണ്യകശിപുവിൻ്റെ ദൂതന്മാർ ചെന്ന് നിഗ്രഹിക്കും. ഇതായിരുന്നു അവസ്ഥ. അതിന് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള വ്യാപകമായിട്ടുള്ള പകയുടെ കഥയുണ്ട്. ഹിരണ്യാക്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനെ ഭഗവാൻ വരാഹാവതാരം എടുത്ത് വധിച്ചതിൻ്റെ പകയായിട്ട് പ്രതികാരം ചെയ്യാനാണ് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു വരം ഈ ഹിരണ്യകശിപു നേടുന്നത്. ആ വരത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. നിരവധിയായിട്ടുള്ള നിബന്ധനകളുണ്ട്. അകത്ത് വെച്ച് കൊല്ലരുത്, പുറത്ത് വെച്ച് കൊല്ലരുത്, ദേവന്മാർ കൊല്ലരുത്, അസുരന്മാർ കൊല്ലരുത്, യക്ഷന്മാർ കൊല്ലരുത്, ഗന്ധർവന്മാരുടെ കയ്യാൽ കൊല്ലപ്പെടരുത്, ആയുധങ്ങൾ കൊണ്ട് കൊല്ലാൻ പാടില്ല, രാവിലെ കൊല്ലാൻ പാടില്ല, രാത്രി കൊല്ലാൻ പാടില്ല. ഇങ്ങനെ കുറേ നിബന്ധനകളുമായിട്ടാണ് ഹിരണ്യകശിപുവിൻ്റെ ഒരു വരം ബ്രഹ്മദേവൻ അദ്ദേഹത്തിന് കൊടുക്കുന്നത്. സത്യത്തിൽ അദ്ദേഹം കരുതിയത് അമരത്വം കിട്ടി എന്നാണ്, ലോകപാലകത്വം കിട്ടി എന്നാണ്. സ്വയം അദ്ദേഹം തന്നെയാണ് ഈശ്വരൻ എന്നുള്ള ധാരണ അദ്ദേഹത്തിന് ഉണ്ടായി. അങ്ങനെയാണ് അദ്ദേഹം ആ ദുർഭരണം തുടങ്ങുന്നത്. പക്ഷെ എപ്പോഴും ഭഗവാന്റെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഓരോരുത്തരെയും ഉദ്ധരിക്കാനായിട്ട് ഭഗവാൻ ഭക്തരെയാണ് ഉപയോഗിക്കുക. നോക്കൂ, ഹിരണ്യകശിപു എന്ന് പറയുന്ന രാക്ഷസൻ യഥാർത്ഥത്തിൽ ആരാണ്? ഹിരണ്യാക്ഷൻ യഥാർത്ഥത്തിൽ ആരാണ്? അവർ രാക്ഷസന്മാരായിട്ട് ശാപം കിട്ടി വന്ന ഭഗവാന്റെ പാർഷിതന്മാരായിട്ടുള്ള, ഭഗവാന്റെ കാവൽക്കാരായിട്ടുള്ള ജയൻ, വിജയൻ എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് ദേവന്മാരായിരുന്നു. സനകാദി മുനികൾ ഭഗവാനെ കാണാനായിട്ട് വൈകുണ്ഠത്തിലേക്ക് വന്നപ്പോൾ അവരെ പരിഹസിച്ചു ജയവിജയന്മാർ. ഇത്ര നല്ല ഔന്നിത്യത്തിലുള്ള വൈകുണ്ഠം പോലൊരു സ്ഥലത്ത് ഭഗവാന്റെ തൊട്ടടുത്ത് നിൽക്കേണ്ട ഒരു പാരമ്പര്യവും ഭാഗ്യവും കിട്ടിയിട്ടും അത് ഇത്തരത്തിലുള്ള ഭേദഭാവം ചിന്തിക്കാനാണല്ലോ നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള നിരാശയോട് കൂടിയിട്ടാ സനകാദി മുനികൾ ഇവരെ ശപിക്കുന്നത്. 3 ജന്മം അസുരന്മാരായിട്ട് ജനിക്കട്ടെ. അങ്ങനെ ആദ്യത്തെ ജന്മത്തിൽ അവർ ജനിച്ചതാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു. രണ്ടാമത്തെ ജന്മത്തിൽ അവർ ജനിച്ചതാണ് രാവണനും കുംഭകർണനും. മൂന്നാമത്തെ ജന്മത്തിൽ അവർ ജനിച്ചതാണ് സാക്ഷാൽ ശിശുപാലനും ദന്തവക്ത്രനും. ഈ 3 സമയത്തും ഭഗവാൻ വിവിധങ്ങളായിട്ടുള്ള അവതാരങ്ങൾ എടുത്തുകൊണ്ട് അവരെ നിഗ്രഹിച്ച് മോക്ഷപ്രാപ്തിയിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും തൻ്റെ പാർഷിതന്മാരായിട്ട് ജയവിജയന്മാരായി വൈകുണ്ഠത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതേസമയം നമുക്കൊക്കെ ഉദാഹരണമാക്കി പ്രവർത്തിക്കാനായി പ്രഹ്ലാദൻ എന്ന് വിളിക്കപ്പെടുന്ന ഭക്തപ്രഹ്ലാദനെ കൂടി സംഭാവന ചെയ്തതും ഇതേ നരസിംഹാവതാരം തന്നെയാണ്. ശ്രീമദ് ഭാഗവത്തിൽ 7ാമത്തെ സ്കന്ധത്തിൽ വിശദമായിട്ട് നരസിംഹസ്വാമിയുടെ കഥ പരീക്ഷിത് മഹാരാജാവിനോട് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ത്രിസന്ധ്യ സമയത്ത് തൻ്റെ ഹരി എവിടെയാണ് ഉള്ളത് എന്നുള്ള അച്ഛൻ്റെ ചോദ്യത്തിന് വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി ഭക്തപ്രഹ്ലാദൻ പറയുന്ന മറുപടിയുണ്ട്.
അതിനു മുമ്പ് കൊടിയ പീഡനങ്ങളൊക്കെ അനുഭവിച്ചിട്ടും ഭഗവാന്റെ കൃപ കൊണ്ട് ഒരു പോറൽ പോലും ഏൽക്കാത്ത പ്രഹ്ലാദനാണ് പറയുന്നത്, അച്ഛാ എൻ്റെ ഹരി ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നു. അപ്പോൾ ഹിരണ്യകശിപു ചോദിക്കുന്നുണ്ട്, നിന്റെ ഹരി ഈ തൂണിലുണ്ടോ? തീർച്ചയായിട്ടും അച്ഛാ, എൻ്റെ ഹരി ആ തൂണിലുണ്ട്, എൻ്റെ ഹരി ഈ കാണുന്ന തുരുമ്പിലുമുണ്ട്, ഈ കാണുന്ന അച്ഛനിലും എൻ്റെ ഹരിയുണ്ട്, എന്നിലും എൻ്റെ ഹരി തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള ആ ഭാവം പ്രഹ്ലാദനുണ്ടായിരുന്നു എന്നാണ്. എങ്കിൽ ആ തൂണിലുള്ള ഹരിയെ ഞാൻ ഇന്ന് വധിക്കുമെന്ന് കരുതി ഘോരമായിട്ടുള്ള തൻ്റെ ഗത കൊണ്ടും വാളുകൊണ്ടും ആഞ്ഞടിക്കുന്നു സാക്ഷാൽ ഹിരണ്യകശിപു അവിടുത്തെ ആ തൂണിൽ. ആ തൂണ് പിളർന്നുകൊണ്ടാണ് പകുതി സിംഹമായിട്ടും പകുതി മനുഷ്യനായിട്ടും നരഹരിയായിട്ട് ഭഗവാന്റെ അവതാരം ഇന്നേ ദിവസം ഉണ്ടായത്. അല്പസമയം അദ്ദേഹത്തോടൊപ്പം ഒരു ക്രീഡ സമയമാവുന്നത് വരെ, സന്ധ്യയാവുന്നത് വരെ നരസിംഹസ്വാമി യുദ്ധം ചെയ്തു എന്നാണ്. കാരണം തൻ്റെ ഭക്തന്റെ വാക്കിനെ സത്യമാക്കി തീർക്കണം. ബ്രഹ്മാവ് തൻ്റെ ഭക്തനാണ്, അദ്ദേഹം കൊടുത്ത വരമാണ് പകലോ രാത്രിയോ വധിക്കാൻ പാടില്ല എന്ന്. സന്ധ്യാസമയത്ത് ഉമ്മറപ്പടിയിൽ കൊണ്ടുവന്ന് കിടത്തി അദ്ദേഹത്തിൻ്റെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ആ ഹിരണ്യകശിപുവിന് മോക്ഷം കൊടുക്കുന്നു സാക്ഷാൽ നരസിംഹസ്വാമി. പ്രപഞ്ചം മുഴുവൻ വിറച്ചു നിൽക്കുന്ന സമയത്ത് സാക്ഷാൽ ലക്ഷ്മി ഭഗവതി പോലും തൻ്റെ ഭർത്താവാണ് ആ കാണുന്നതെന്നുള്ള ബോധ്യമല്ലാണ്ട് ഭയന്ന് മാറി നിന്ന സമയത്ത് ഭക്ത പ്രഹ്ലാദൻ മാത്രമാണ് ഭഗവാന്റെ അടുത്ത് പോയി ഭഗവാനെ സ്തുതിച്ച് ഭഗവാനെ ശാന്തനാക്കുന്നത്. ആ പ്രഹ്ലാദനെ ചക്രവർത്തിയായിട്ട് വാഴിച്ചിട്ടാണ് ഭഗവാൻ ആ നരസിംഹാവതാര ലീല ഉപസംഹരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഭഗവാന് ദേവന്മാരെന്നോ അസുരന്മാരെന്നോ ഭേദഭാവമില്ല. തന്നെ ആര് സ്നേഹത്തോടു കൂടി വിളിച്ചാലും അവർക്ക് വേണ്ടി ഏതറ്റം വരെയും ചെന്ന് അവരെ ഉയർത്തുക എന്നുള്ളതാണ് ഭഗവാന്റെ ധർമ്മം. ധർമ്മത്തെ സംരക്ഷിക്കാനായി നരഹരിയായിട്ട് അവതരിച്ച ആ സാക്ഷാൽ ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ നരസിംഹ ജയന്തി ദിവസം എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.